ഹലോ ഗൈസ്, വെൽക്കം ടു ഗെയിമർ ചങ്ക്. സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലണ്ടറിൻ്റെ അകത്തേക്ക് ബ്ലണ്ടർ 2.9ൻ്റെ അകത്ത് വന്നേക്കുന്ന ഒരു പുതിയ ഫീച്ചറാണ്. അപ്പോൾ ഈ ഫീച്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പൊക്കെ 3D മോഡൽ അതല്ലെങ്കിൽ ബസ്സിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും തന്നെയും നമ്മുടെ കേരള ബസ് ഡിസൈൻസിൻ്റെ 3D മോഡലിംഗ് വീഡിയോസ് ആയിരിക്കും പലരും കണ്ടിത് പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ പലരുടെയിലും തന്നെയും നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ 3ds മാക്സ് സപ്പോർട്ട് ആവില്ലാത്ത കമ്പ്യൂട്ടറൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലരുടെയിൽ ബ്ലണ്ടർ മാത്രമായിരിക്കും എടുക്കുകയുള്ളൂ, ഈ റാമിൻ്റെ കുറവ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഫീച്ചർ ഇപ്പോൾ ബ്ലണ്ടർ 2.90 തൊട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പോരാത്തതിന് ഇതൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും എറർ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ എന്ത് തന്നെയായാലും നോക്കിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ എറർ കാര്യങ്ങളൊന്നും തന്നെ കണ്ടില്ല ഞാൻ. പക്ഷെങ്കിൽ ഇതിപ്പോൾ വളരെ കാലങ്ങളായിട്ട് നമ്മുടെ ബ്ലെൻഡർ ഉപയോഗിക്കുന്നവർ ആഗ്രഹിച്ചിരുന്നൊരു ഫീച്ചറായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ യൂട്യൂബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലുള്ള ആകെപ്പാടെയുള്ള ട്യൂട്ടോറിയൽ എന്നൊക്കെ പറയാനായിട്ടുള്ള ആ ഒരു വീഡിയോ മാത്രമുള്ളൂ. ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ കണ്ട് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ബ്ലെൻഡർ യൂസ് ചെയ്യാനായിട്ട് ഇത്രയും നാളും പറ്റില്ലായിരുന്നു. കാരണം ആ ഒരു ഓപ്ഷൻ മിസ്സാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ ബാക്കി കണ്ടിട്ട് കാര്യമില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഫീച്ചർ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മോഡ് മേക്കേഴ്സിനും 3D മോഡൽ ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ബ്ലെൻഡറിൻ്റെ അകത്ത് ആ വീഡിയോ കാണുന്നതിനെ കൂട്ട് നമുക്കൊരു ഇമേജ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇതിനു മുമ്പൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ എഡിറ്റ് മോഡിൽ പോയിട്ട് ഇങ്ങനെ സെൻറ്ററിലൊക്കെ ആയിട്ട് വെർട്ടെക്സ് ഇട്ടിട്ട് അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ വെർട്ടെക്സ് കാര്യങ്ങളൊക്കെ ഇതേ കൂട്ടി ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഈ എഡ്ജ് ഇവിടെ കട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. കാരണം ആ ടെക്സ്ചർ ഇമേജ് അതിൻ്റെ ഒപ്പം അഡ്ജസ്റ്റ് ആകുമായിരുന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ അഡീഷണൽ കട്ട് ഇങ്ങനെ ഇടുമ്പോൾ തന്നെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വേണമായിരുന്നു ചെയ്യാനായിട്ട്. ഇതൊന്നും പോരാത്തതിന് നമ്മൾ ഈ ലൈറ്റ് കാര്യങ്ങളുടെ ഇവിടെയൊക്കെ എക്സ്ട്രൂഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇടുന്ന ഒരു പോയിന്റ് മാറിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളൊന്നും, അതായത് ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ ഇവിടെ ഈ പോയിന്റ് എനിക്ക് സെൻറ്ററിലേക്ക് നീക്കി വെക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല, കണ്ടില്ല? ആ ടെക്സ്ചർ അവിടെ അതിൻ്റെ ഒപ്പം വലിയുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ബ്ലെൻഡറിൻ്റെ അകത്ത് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് ഒരു പുതിയ ഓപ്ഷൻ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബ്ലെൻഡർ 2.90 തൊട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. പഴയ ബ്ലെൻഡർ വെർഷൻ്റെ അകത്തൊന്നും കിട്ടില്ല. അപ്പോൾ ആ ഓപ്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ കറക്റ്റ് ഫേസ് ആട്രിബ്യൂട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ആരോസ്, അതായത് ഈ എഡ്ജസ് ഇങ്ങനെ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനൊക്കെ സാധിക്കും. കണ്ടില്ലേ, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പോരാത്തതിന് നമ്മൾ ഇതേ കൂട്ടി ഇവിടെ ഈ ലൈറ്റ് കാര്യങ്ങളോ അതല്ലെങ്കിൽ ഈ ബമ്പറിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ എന്താണ് പറയുക കട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ പിന്നെയും നീക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്കിത് കണ്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഗ്രാബ് ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കാം. ആ ഇമേജ് അവിടെ അങ്ങനെ തന്നെ നിൽക്കും. ഇനിയിപ്പോൾ അത് വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ആ ഓപ്ഷൻ കൊണ്ട് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഇമേജ് അതിൻ്റെ ഒപ്പം തന്നെ നീങ്ങുകയും ചെയ്യും. അപ്പോൾ ഇനി തൊട്ട് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നവർക്കും ആ വീഡിയോ കാണാൻ കൂട്ട് തന്നെ നമുക്ക് 3ds മാക്സിൻ്റെ അത് ചെയ്യണേ കൂട്ട് തന്നെ പ്ലെയിനിന് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.